ഗന്ധർവൻ കൂടിയാൽ അത്രയും പ്രശ്നങ്ങളുണ്ടോ? ഇത് ഗന്ധർവൻ എന്ന് പറയുന്നത് ഒരു വലിയ ബൃഹത്തായ പദ്ധതിയാണ്. കേരളത്തിൽ വളരെ ചുരുക്കം പേര് മാത്രമാണ് ഇത് പ്രാക്ടീസ് ചെയ്യുന്നത്. ഒരു ഗന്ധർവൻ കൂടുന്നത് ഏത് തരത്തിലുള്ള സ്ത്രീകളിലാണ്? ഇത് ഈ ദേവതയെ ഭർത്താവായി സങ്കല്പിച്ചു വരുന്നൊരവസ്ഥ ആണ് കാണുന്നത്. അതിനകത്ത് ഇതിനെ ഒഴിപ്പിക്കാനോ ഇതിനെ മാറ്റപ്പെടുത്താനോ ഒക്കെ വരുന്നവർക്ക് ഇതുമായി യാതൊരു ബന്ധവുമില്ല. ഇത് ഒരു ദേവത ഒരാളുടെ കൂടെ കൂടിയാൽ, ഗന്ധർവൻ കൂടെ കൂടിയാൽ അത് മരണം വരെ തന്നെയാണ്. ഈ ശരീരത്ത് മാന്തിയ പാടുകൾ എന്ന പോലുള്ള ചില സമ്പ്രദായങ്ങൾ അവർ ഈ വെളുത്ത ഭാവിനെ അടുപ്പിച്ച് അവർക്ക് ചില സമ്പ്രദായങ്ങളുമായിട്ട് ബന്ധം പോലെ വരാറുണ്ട്. ഗന്ധർവൻ ബാധിച്ചൊരു സ്ത്രീ അടുത്ത് വന്നാൽ മനസ്സിൽ മോശം വിചാരിച്ചാൽ അടി കിട്ടും. ഇന്ന് നമ്മോടൊപ്പം മനോജ് സുദർശൻ. അദ്ദേഹം ഒരുപാട് വീഡിയോകൾ തുടക്കകാലങ്ങളിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. അദ്ദേഹം താന്ത്രിക വിദ്യകൾ പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ്. അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. ചേട്ടാ നമസ്കാരം. നമസ്കാരം. നമ്മൾ ഇരുന്നിട്ട് കുറച്ച് കാലമായി. നമ്മുടെ ചാനലിൻ്റെ തുടക്കകാലങ്ങളിൽ 200 സബ്സ്ക്രൈബറൊക്കെ ഉള്ള സമയത്ത് നമ്മളിരുന്ന് അത് ഗംഭീരമായി ആ എപ്പിസോഡ് മുന്നോട്ട് പോയി. കാര്യം 200 സബ്സ്ക്രൈബർ ഉള്ള ഒരു ചാനലിന് 10,000 വ്യൂസ് കിട്ടുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമായിരുന്നു. ഗന്ധർവൻ്റെ വിഷയവുമായി സംസാരിച്ച വീഡിയോയ്ക്കാണ് അത്രയും 10,000 പേര് കണ്ടു. 250 സബ്സ്ക്രൈബർ ഉള്ള അതോടുകൂടി ചാനൽ കയറുകയായിരുന്നു. അന്ന് ഒരു സ്റ്റാർട്ടിങ് കിട്ടിയത് മനുഷ്യൻ്റെ വീഡിയോ ആണ്. അതിൻ്റെ എന്നും ഞങ്ങളുടെ നന്ദി ഉണ്ടാവും. ഗന്ധർവനുമായ വിഷയമായിട്ട് സംസാരിക്കാൻ വേണ്ടി തന്നെയാണ് പല ഇൻ്റർവ്യൂകളും നമ്മൾ ചെയ്തു. ആ ഇൻ്റർവ്യൂവിന് ശേഷം ഇപ്പോഴും ആ ഇൻ്റർവ്യൂ കണ്ടിട്ട് പലരും വിളിക്കാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ എനിക്ക് പറ്റുന്നിടത്തോളം ഞാൻ കോളുകൾ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതിൽ ഒരാൾ വിളിച്ചിട്ട് ഇങ്ങനെ മിസ്യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. ഈ ഗന്ധർവൻ കൂടിയാൽ പലതരത്തിലുള്ള മിസ്യൂസ്, ശാരീരികമായി ലൈംഗികപരമായിട്ടും പിന്നെ സാമ്പത്തികപരമായൊക്കെ പലരെയും മിസ്യൂസ് ചെയ്യുന്നുണ്ട് ഈ ഗന്ധർവൻ കൂടി എന്ന് പറഞ്ഞിട്ട്. എങ്ങനെയാണ് ശരിക്കും ഇതൊക്കെ ഒരു സാമ്പത്തിക തട്ടിപ്പിനൊക്കെ ഇരയാവുന്നത്? എങ്ങനെയാണ് ഗന്ധർവൻ കൂടിയാൽ അത്രയും പ്രശ്നങ്ങളുണ്ടോ? ഞാൻ വലിയ സന്തോഷത്തിലാണ്. കാരണം ഞങ്ങളൊരു 5 പേരോ 7 പേരോ ആണെന്ന് തോന്നുന്നു ആദ്യമായി വിളക്ക് എത്തിച്ച് നമ്മുടെ ചാനൽ അമേസിംഗ് റേ എന്ന് പറഞ്ഞ് നമ്മൾ തുടങ്ങിയത്. ഒരു 7 സുഹൃത്തുക്കളായിരുന്നല്ലേ, നമ്മൾ 7 സുഹൃത്തുക്കളും ബാക്കി എല്ലാവരും. അവരെല്ലാവരും എനിക്ക് തോന്നുന്നത് ഇതിനെക്കുറിച്ച് ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതുപോലെ തന്നെയാണ് ഞാൻ. ഇത് വിജയിച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ സന്തോഷമുണ്ട്. അപ്പോൾ നമുക്കടുത്ത വിഷയത്തിലേക്ക് വരാം. നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ ഇത് ഗന്ധർവൻ എന്ന് പറയുന്നത് ഒരു വലിയ ബൃഹത്തായ പദ്ധതിയാണ്. കേരളത്തിൽ വളരെ ചുരുക്കം പേര് മാത്രമാണ് ഇത് പ്രാക്ടീസ് ചെയ്യുന്നത്. 1-2 വളരെ വലിയ മനകളും മറ്റു ചില വളരെ ചുരുക്കം സ്ഥലങ്ങളിൽ പ്രതിഷ്ഠയുള്ള ഒരു ദേവതയാണ്. അപ്പോൾ ഇതിനെ സാധാരണ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ കുടുംബത്തിനകത്ത് ഇതുണ്ട്. അതാണ് ഇതിനെക്കുറിച്ച് ചിന്തിക്കാനും ഇതിനെക്കുറിച്ച് അറിയാനും വേണ്ടി ശ്രമം നടത്തിയത് പൂർണ്ണമായിട്ട്. സാധാരണ ഇല്ലങ്ങളിലും ഇത് പ്രതിഷ്ഠിച്ചിരിക്കുന്ന ക്ഷേത്രങ്ങളിലെല്ലാം മഹാവിഷ്ണുവിൻ്റെ രൂപത്തിൽ ഓം നമോ നാരായണ മന്ത്രം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മഹാവിഷ്ണു മന്ത്രം കൊണ്ടാണ് ഇത് പ്രതിഷ്ഠിക്കുന്നത്. പൂജകൾ ചെയ്യുന്നത് വൈഷ്ണവമായിട്ടും ചിലർ ശൈവമായും ചെയ്യുന്നുണ്ട്. പ്രതിഷ്ഠ എല്ലാം ഏകദേശം വിഷ്ണുവിനെ കൊണ്ടാണ് ഇവർ പ്രതിഷ്ഠിക്കുന്നത്. ഇപ്പോൾ ഇതിനകത്ത് മാന്ത്രികർ ഒരുപാട് പേര്, ഞാനും 1-2 വീഡിയോകളുണ്ട്, ഒരുപാട് പേര് ഇതിനെ വൃത്തികെട്ട രീതിയിലേക്ക് അല്ലെങ്കിൽ ഒരു സ്ത്രീയിൽ ഇത് ബാധിച്ചാൽ ശാരീരിക ബന്ധം, മറ്റു കാര്യങ്ങൾ, സമ്പ്രദായം എന്നൊക്കെ ഇതിനെക്കുറിച്ച് പറയുന്നതായി ഞാനും കേട്ടു. നമ്മൾ മറ്റു പല ചാനലുകളിലെ ഇൻ്റർവ്യൂവിലും കണ്ടു. ഇത് വളരെ തെറ്റാണ്. ഒരു ഗന്ധർവൻ കൂടുന്നത് ഏത് തരത്തിലുള്ള സ്ത്രീകളിലാണ്? അതീവ സൗന്ദര്യമുള്ളവരായിരിക്കും എന്ന് പറയാം. നമുക്ക് എളുപ്പത്തിൽ വീഡിയോ പറയാം. അതീവ സൗന്ദര്യമുള്ളവരായിരിക്കും, പിന്നെ അതീവ ശുദ്ധിയുള്ളവരായിരിക്കും, വൃത്തിശുദ്ധികൾ അമിതമായി പാലിക്കുന്നവരായിരിക്കും. ഇത് വളരെ ചെറിയ പ്രായത്തിലായിരിക്കും മിക്കവാറും എല്ലാം ഇത് കൂടുന്നത്. ഒരു 18-20 വയസ്സ് അല്ലെങ്കിൽ ഒരു 15 മുതൽ ഒരു 20-നകത്തായിരിക്കും ഈ ഒരു സമ്പ്രദായത്തിൻ്റെ ലാഞ്ചന കാണിച്ചു കൊടുക്കുന്നത്. അത് ഇവർ ഈ പറയും പോലെ ശാരീരിക ബന്ധം അതുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല. ഇത് അതിബൃഹത്തായൊരു ദേവതയാണ്. കാരണം ഈ മറ്റു ദേവതയേക്കാൾ പെട്ടെന്ന് ഇത് വിളിച്ചു കഴിഞ്ഞാൽ വരുന്നൊരു ദേവതയാണ്. നമുക്ക് ഈ ബാധിച്ചു കഴിഞ്ഞാൽ സാധാരണ വിവാഹം നടക്കാറില്ല എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. ഇത് ഈ സ്ത്രീ ഏതാണോ ഈ സ്ത്രീ ഇത് ഈ ദേവതയെ ഭർത്താവായി സങ്കല്പിച്ചു വരുന്നൊരവസ്ഥ ആണ് കാണുന്നത്. അതിനകത്ത് ഇതിനെ ഒഴിപ്പിക്കാനോ ഇതിനെ മാറ്റപ്പെടുത്താനോ ഒക്കെ വരുന്നവർക്ക് ഇതുമായി യാതൊരു ബന്ധവുമില്ല.
ഒരു സാധാരണ ജ്യോതിഷനെ കൊണ്ടോ ഒരു സാധാരണ മന്ത്രവാദിയെ കൊണ്ടോ ഈ ദേവതയെ കണ്ടുപിടിക്കാൻ പോലും പറ്റില്ല. ഗ്രഹനില അനുസരിച്ച് ബുധൻ്റെയും ശുക്രൻ്റെയും അത് ജ്യോതിഷം ആരാണ് തീരുമാനിക്കുന്നത്, ബുധനും ശുക്രനുമായി ബന്ധപ്പെട്ട് വരുന്ന ചില കോമ്പിനേഷനുകളാണ് ഇത് പലപ്പോഴും ഗന്ധർവൻ എന്ന് പറയുന്ന ദേവതയിലേക്ക് എത്തുന്നത്. അത് ജ്യോതിഷ വിധിപ്രകാരം ചില ജ്യോതിഷന്മാർ അതിനെ രക്ഷസായിട്ടാണ് കാണുന്നത്. ബുധനെയൊക്കെ കൊണ്ട് രക്ഷസിനെ ചിന്തിക്കുന്ന ഒരവസ്ഥയാണ് കൂടുതലും കാണുന്നത്. പലരെയും ചിന്തിക്കുന്നുണ്ട്. അത് ജ്യോതിഷത്തിലേക്ക് പോകേണ്ട അവർ പറയേണ്ടതാണ്. അപ്പോൾ ഈ ബുധൻ ശുക്രൻ ഇവരുമായി ബന്ധപ്പെട്ട് വരുന്ന ചില ദേവതമാരുടെ സമ്പ്രദായത്തിലാണ് ഇത് വരുന്നത് തന്നെ. അപ്പോൾ ഇത് പലരും പിന്നെ ഈ ബുധൻ്റെയും ശുക്രൻ്റെയും ഒക്കെ ചില ഇത് കണ്ടിട്ട് ഇതിനെ രക്ഷസ് ബുധൻ്റെ ഒരു അവസ്ഥയൊക്കെ കണ്ട് അവരുടെ ആ ഗ്രഹത്തിനെ വെച്ച് രക്ഷസായി ഇതിനെ തള്ളിക്കളയുന്നതാണ് ചെയ്തത്. അപ്പോൾ ദേവതയെ പോലും കണ്ടുപിടിക്കുക പാടാണ്. ഇത് ഏത് ദേവതയെന്ന് പോലും കണ്ടുപിടിക്കുന്നത് പാടാണ്. നമ്മുടെ തന്നെ ഇവിടെ ഒരു ഇൻ്റർവ്യൂ നടത്തിയതിന് ശേഷം എന്നെ ഒരു കുടുംബത്തിനകത്ത് ഒരു ഗന്ധർവൻ പ്രതിഷ്ഠിച്ചിരുന്ന കുടുംബത്തിനകത്ത് നിന്ന് എന്നെ വിളിച്ചിരുന്നു. അവർ ഒരു വലിയ പഴയ തറവാടാണ്. അവരുടെ കുടുംബത്തിനകത്ത് ഇത് ബാലാലയത്തിലിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങളതിനെ ഒരുപാട് രീതിയിൽ അതിന് ചില മാറ്റങ്ങൾ വരുത്തി, അതിൻ്റെ ചില ബന്ധനങ്ങൾ എന്ന് പറയുമ്പോൾ അഷ്ടബന്ധക്കൂട്ടുണ്ടായിരുന്നു, അതിനെ ഇളക്കി, അങ്ങനെ പല കാര്യങ്ങൾ ചെയ്ത് ആ കുടുംബം ഇപ്പോൾ ക്ഷേത്ര പ്രതിഷ്ഠയിലേക്ക് എത്തി. എത്രയോ വർഷം കൊണ്ട് അത് ബാലാലയത്തിൽ ഇരിക്കുകയായിരുന്ന സാധനമാണ്. ഇതെവിടെയാണെന്ന് പറയാം. അത് പിന്നെ എറണാകുളം ആ ഭാഗത്തായിട്ടാണ് ഗന്ധർവ ക്ഷേത്രമാണ്. അവരത് അതൊരു ക്ഷേത്രത്തിലേക്ക് അടുത്ത് അവസ്ഥയിലേക്ക് പഴയ ക്ഷേത്രം പൊളിച്ചു ബാലാലയത്തിലിരുന്നു. അതിപ്പം യക്ഷിയും ഗന്ധർവ സമേതനായിട്ടാണ് പ്രതിഷ്ഠ. നമ്മുടെ തന്നെ ഈ ഇൻ്റർവ്യൂ കാരണമായി അതിലേക്ക് എത്താൻ, അതിപ്പോൾ ക്ഷേത്രത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. ക്ഷേത്രത്തിൻ്റെ ഒരു പുരാതനമായ താന്ത്രിക വിധിപ്രകാരം പ്രതിഷ്ഠിച്ചിരിക്കുന്ന കുടുംബമാണ്. പുരാതനമായി അവരുടെ പൂർവികർ പ്രതിഷ്ഠിച്ചിരിക്കുന്ന സമ്പ്രദായം. അപ്പം അങ്ങനെയുള്ള പല സമ്പ്രദായങ്ങളും പലരും ഇത് വെച്ചാരാധനയുണ്ട്. വളരെ ചുരുക്കമാണ് ഇത് പുറത്ത് പറയുന്നത്. അപ്പോൾ ഇതിനെ ഒരുപാട് ദോഷ രീതിയിൽ ഒരു താന്ത്രികൻ അല്ലെങ്കിൽ ഒരു മാന്ത്രികൻ അല്ലെങ്കിൽ ഒരു പൂജ ചെയ്യുന്നയാൾ ഇങ്ങനെ ഒരു ഉള്ള സ്ത്രീയെ നമ്മൾ ഈ ഒരു മോശമായ കണ്ണിൽ ഇടപെട്ടാൽ പോലും അവന് മരണം സംഭവിക്കും എന്നുള്ളതാണ്. കാരണം ഗന്ധർവനാണ് ഇതിൻ്റെ ഭർത്താവ്. എങ്ങനെ? അപ്പോൾ അതെന്ത് ചെയ്യും? ഈ മന്ത്രവാദിയെ കൊല്ലാൻ ശ്രമിക്കുക അല്ലെങ്കിൽ കൊല്ലുമെന്നാണ്, കൊന്ന ചരിത്രമുണ്ടെന്നാണ് മാന്ത്രികത്തിൽ ചിലർ പറയുന്നത്. അത് ഒഴിപ്പിക്കാൻ ശ്രമിച്ച ഗന്ധർവനെ ഒഴിപ്പിക്കാൻ ഒരു വീട്ടിലേക്ക് ഒരു കർമ്മി ചെന്ന് കഴിഞ്ഞാൽ ആ കർമ്മി ഈ ഒഴിഞ്ഞു മാറുന്നതിന് തൊട്ട് മുമ്പായി വീട്ടിന് പുറത്ത് നിൽക്കുന്ന സകല ആൾക്കാരെയും വീട്ടിനകത്തേക്ക് കയറ്റുമെന്നാണ്. പുറത്ത് നമ്മൾ ഒരു പാലുള്ള വൃക്ഷത്തിൻ്റെ ചൂട്ടിൽ യാദൃശ്ചികമായി ആരെങ്കിലും ഇറങ്ങി നിന്നാൽ ഇതിൻ്റെ ഒരു കൊമ്പ് ഒടിഞ്ഞു വീണ് മരിച്ച ചരിത്രം വരെ ഉണ്ട് എന്നാണ് പൂർവികർ പറയപ്പെടുന്നത്. ഇന്നുണ്ട് എന്നുള്ളതല്ല, പൂർവികർ പറയപ്പെടുന്നത്. അപ്പോൾ അത്രത്തോളം ഡേഞ്ചറാണ്. ഇത് മാറ്റാൻ പറ്റുന്നില്ല. ഇത് ആകെ ചരിത്രങ്ങളിൽ വളരെ സിമ്പിളായി മാറ്റി എന്ന് പറയുന്ന 1-2 ഇല്ലങ്ങളിലാണ്. അവർ ഒറിജിനൽ ചന്ദനവും പിന്നെ തുളസിപ്പൂവും കൊണ്ട് വലിയ ചിലവാണല്ലേ ഇത് വലിയ ചിലവാണ്. ഗന്ധർവൻ ഒഴിപ്പിക്കും മറ്റ് ദേവത ബാധയെ ഒഴിപ്പിക്കും പോലെയൊന്നുമല്ല. ഗന്ധർവൻ സാധാരണ വിട്ടു പോകാറില്ല. അത് മരണം വരെ ഉണ്ടാവും. മരണം വരെ ഇതിനകത്ത് ശരിക്കും ഞാൻ പറഞ്ഞപ്പം ഈ ഋതുമതിയായിരിക്കുന്ന സ്ത്രീകൾ ഋതുമതി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവില്ല. അതൊന്നുമല്ല. ഇത് ഒരു ദേവത ഒരാളുടെ കൂടെ കൂടിയാൽ, ഗന്ധർവൻ കൂടെ കൂടിയാൽ അത് മരണം വരെ തന്നെയാണ്. ഇപ്പം ഈ പറയുന്ന മന്ത്രവാദിമാരും ആവാഹിച്ച് മാറ്റില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കണക്ക്. അപ്പം മരണം വരെ ആണെങ്കിൽ ഇപ്പം ആ കുട്ടിക്ക് വിവാഹപ്രായത്തിൽ വിവാഹം നടക്കാറുണ്ട്. ചിലത് ഭർത്താവ് നേരത്തെ മരിക്കാറുണ്ട്. മനസ്സിലായില്ല. ഈ നേർപക്ഷം വിവാഹം കഴിക്കാറുണ്ട്. അവർക്ക് കുഞ്ഞുങ്ങളുണ്ടാവാറുണ്ട്. അങ്ങനെ അവർ വളരെ സന്തോഷകരമായി ജീവിച്ചു പോകാറുണ്ട്. ഇതൊരു ദേവതയാണ്. ഇതിന് അഭയം പ്രാപിച്ചാൽ തന്നെ അത് വളരെ മാറി നിൽക്കുന്നൊരവസ്ഥയുണ്ടാവാറ്. പക്ഷേ ഇതിനെ ഒഴിപ്പിച്ച് പൂർണ്ണമായി മാറ്റിയ വളരെ ചുരുക്കം പേരേ ഉള്ളൂ. ഈ മന്ത്രവാദി ഇങ്ങനെ ഒരാൾ അപ്പം ഇങ്ങനെ ശാരീരിക ബന്ധമാണ് ഇതെന്ന് പറഞ്ഞാൽ ആ നിമിഷം അവനെ അപ്പോഴടി കൊടുത്ത് പുറത്തിടുക, അല്ലെങ്കിൽ ഒരടി കൊടുത്ത് പുറത്താക്കുക എന്നുള്ളതാണ്. ആ കക്ഷി പിന്നെ ഒരു മന്ത്രവാദിയല്ല. അറിയുന്ന ഒരു മന്ത്രവാദിയും ഈ ഭാഷ പറയില്ല. ഒരു മന്ത്രവാദിയും പറയില്ല. അവനറിയാം ഈ മന്ത്രവാദിമാർ യഥാർത്ഥത്തിൽ ഇതിനെ ആവാഹിക്കാൻ പോലും പോകില്ല. എനിക്ക് സംശയം, യഥാർത്ഥത്തിൽ ഈ ഗന്ധർവൻ കൂടിയ കുട്ടിയും ഗന്ധർവനുമായിട്ട് സെക്സ് റിലേഷൻ ഉണ്ടാവും എന്നാണ് പറയപ്പെടുന്നത്. ഇതുമായി ഭർത്താവായി അംഗീകരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതുണ്ടാവും എന്നാണ് കഥകളായിട്ടും ഇത് ചിലർ
ഉണ്ട്. അങ്ങയുടെ അനുഭവത്തിൽ അല്ല, ഞാൻ നമ്മള് ചോദിക്കട്ടെ, അത് പറയാൻ കഥകൾ പോട്ടെ അങ്ങയുടെ അനുഭവത്തിൽ എന്നെ 1-2 പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് പേര് വിളിച്ചിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്, ഒക്കെ ഉണ്ട്. അത് അവർ ചിലരൊക്കെ ഇത് അവകാശപ്പെടുന്നുണ്ട്. എങ്ങനെ അവരിതല്ല റിലേഷനാണെന്നുണ്ട്, അവരുടെ ദേഹങ്ങളിൽ ചില ഭാഗങ്ങളിൽ ഈ വരകൾ, സംവിധാനങ്ങൾ, ഈ ശരീരത്ത് മാന്തിയ പാടുകൾ എന്ന പോലുള്ള ചില സമ്പ്രദായങ്ങൾ അവർ ഈ വെളുത്ത ഭാവിനെ അടുപ്പിച്ച് അവർക്ക് ചില സമ്പ്രദായങ്ങളുമായിട്ട് ബന്ധം പോലെ വരാറുണ്ട്. അതവരുടെ മാനസികാവസ്ഥ അങ്ങനെയാണോ എന്ന് ആയതുകൊണ്ടാണെന്നൊന്നും എനിക്കറിയില്ല. അപ്പം ഇങ്ങനെ ഉണ്ട് എന്നവർ പലരും അവകാശപ്പെടാറുണ്ട്. പക്ഷേ പലർക്കും വിവാഹം അത്ര നേരെ ചൊവ്വേ പോയി ചരിത്രമില്ല. ചിലർക്ക്, എല്ലാവർക്കുമല്ല, ബാക്കിയുള്ളവർ ചിലർ വളരെ ഭംഗിയായി സർവ്വ ഐശ്വര്യത്തോടെയും ജീവിക്കുന്നവരുണ്ട്. ഒരു പ്രൊട്ടക്ഷനോടെ, ആ കുടുംബത്തിനകത്തൊരു പ്രൊട്ടക്ഷനോടെ സർവ്വ ഐശ്വര്യത്തോടെയും ജീവിക്കുന്നവരുണ്ട്. ഗന്ധർവനെ കാണാൻ എങ്ങനെ അതീവ സൗന്ദര്യവാദനാണ്. ഇത് ഫ്ലൈയിങ് ദേവതയാണ്. ഇപ്പം ഗരുഡൻ എന്നൊക്കെ പറയുമ്പോൾ ഫ്ലൈയിങ് ദേവതയാണ്. അല്ല, ഇവർ പറയും പോലെ പ്രതിഷ്ഠിക്കുന്ന മനുഷ്യരൂപമല്ല, അല്ല, ഇത് പറക്കുന്ന ദേവതയാണ്. ഇതിന് കൃത്യമായി താന്ത്രികർ പലരും പിന്നെ പ്രതിഷ്ഠ ഉറപ്പിക്കാറുണ്ട്. ഈ പ്രതിഷ്ഠ ഉറപ്പിക്കാൻ, നാഗങ്ങൾക്ക് പ്രതിഷ്ഠ ഉറപ്പിക്കാൻ അഷ്ടബന്ധമിട്ട് ഉറപ്പിക്കാറില്ല. ആ പറയും പോലെ ഇതിന് അഷ്ടബന്ധമിട്ട് ഉറപ്പിക്കാൻ പാടില്ല എന്നൊരു വിധിയും ചില സമ്പ്രദായങ്ങൾ കാണുന്നുണ്ട്. ഇതിനകത്ത് മാന്ത്രിക വിധികളുണ്ട്. മാന്ത്രിക വിധികളിൽ മുയൽ ബലി കൊടുത്ത് പൂജ ചെയ്യണം എന്ന് പറയുന്നുണ്ട്. മുയലിനെ ബലി, അതും മുയലിൻ്റെ സൗന്ദര്യം കണ്ടല്ലോ, വെളുത്ത മുയൽ, ചുവന്ന കണ്ണുള്ള വെളുത്ത മുയലിനെ ബലി കൊടുത്ത് പൂജ ചെയ്യണമെന്ന് ഞാൻ എൻ്റെ ഗുരുനാഥൻ്റെ കയ്യിലുള്ള ചില താളിയോലകളിൽ കണ്ടിട്ടുണ്ട്. അതാരും ചെയ്തതായിട്ട് എനിക്കറിയില്ല. ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അതിന് പൂപ്പട ഇടുക, പണ്ട് നമ്മുടെ ഗ്രാമീണ സമ്പ്രദായത്തിൽ പൂപ്പട ഇടുക, ആ പൂപ്പട വാരുന്നൊരവസ്ഥ, ആ സൗന്ദര്യത്തോടുകൂടെയുള്ള കളം ഇടുക, അതെല്ലാം യക്ഷി സമേതനായിട്ടാണ് അപ്പോഴൊക്കെ ചെയ്യുന്നത്. യക്ഷിയോടൊപ്പം കുതിരപ്പുറത്തിരിക്കുന്ന സ്വരൂപത്തിലൊക്കെയാണ് പല കളങ്ങളും വരയ്ക്കുന്നത്. അരത്തമൊഴിക എന്ന് പറഞ്ഞാൽ പിന്നെ രക്തമല്ലാത്തതെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇതിന് രക്തം കൊടുത്തുള്ളൊരു വിധിയും പറയുന്നു. മദ്യം അങ്ങനെ എന്തെങ്കിലും? മദ്യം ഇത് യഥാർത്ഥത്തിൽ പിന്നെ ദേവേന്ദ്രൻ്റെ സദസ്സിലെ മദ്യം ഉണ്ടാക്കുന്ന ആൾക്കാരാണെന്നും അവിടുന്ന് ഒരു ശാപം കിട്ടി പിന്നെ അത് കുടിക്കാതെ ആയെന്നും പറയപ്പെടുന്നുണ്ട്. പക്ഷെ മദ്യം നിവേദിക്കുന്ന സ്ഥലങ്ങൾ എനിക്കറിയാം. ഇപ്പോഴും ഉണ്ട് അല്ലേ? ഇപ്പോഴും മദ്യം, കള്ള്, വെറ്റില, പാക്ക് ഇവയൊക്കെ നിവേദിക്കുന്ന സ്ഥലമുണ്ട്. കൂടുതൽ ഇത് ദ്രാവിഡ ആചാരത്തിലാണ് പൂജകൾ വരുന്നത്. പിന്നെ ബ്രാഹ്മണർ പൂജ ചെയ്യുന്നത് കംപ്ലീറ്റ് വിഷ്ണുവായിട്ടാണ്. സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ പാൽപായസം, മറ്റ് സമ്പ്രദായങ്ങൾ, ഇതൊക്കെയാണ് അവർ ചെയ്യുന്നത്. അവർ ഗന്ധർവൻ്റെ മന്ത്രങ്ങൾ ഉപയോഗിക്കാറ് പോലുമില്ല. എൻ്റെ അടുത്തൊരു പ്രമുഖനായ ഒരു തന്ത്രി അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ഗന്ധർവനെ വിഷ്ണുവായിട്ടാണ് പൂജിക്കുന്നത്. മഹാവിഷ്ണുവിന് എന്തെല്ലാം ചെയ്യുന്നുണ്ടോ മഹാവിഷ്ണുവിൻ്റെ പൂജകൾ ചെയ്യുന്നുണ്ട്. മഹാവിഷ്ണുവിന് പാൽപായസം അങ്ങനെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് പെട്ടെന്ന് ഐശ്വര്യമാണെങ്കിൽ പെട്ടെന്ന് ഐശ്വര്യം തരികയും ഉപദ്രവമാണെങ്കിൽ ഉപദ്രവിക്കുകയും ചെയ്യും. ഇപ്പോൾ ഗന്ധർവനെ പൂജിച്ചുകൊണ്ട് മറ്റു കാര്യങ്ങളും ഒന്നും വേറെ പ്രശ്നങ്ങളുണ്ടാവില്ല. പ്രശ്നങ്ങളാണ് ഞാൻ പറഞ്ഞത്. അത് ഒരു അപകടം പിടിച്ചൊരു മേഖലയാണ്. മന്ത്രവാദത്തിൽ തന്നെ അപകടം പിടിച്ചൊരു മേഖല. വലിയ മന്ത്രവാദി കർമ്മി പുക്കും യമാലയെ എന്ന് പറയുന്ന അവസ്ഥയാണ്. ഇതിൻ്റെ കർമ്മം ചെയ്താൽ നേരെ ചൊവ്വയായിട്ടില്ലെങ്കിൽ കർമ്മി പുക്കും യമാലയെ. കർമ്മിക്ക് ഏതൊരു ദേഹത്ത് ആ കൊച്ചിനെ ഇപ്പോൾ ഒരു സ്ത്രീ പിന്നെ ഗന്ധർവൻ ബാധിച്ചൊരു സ്ത്രീ അടുത്ത് വന്നാൽ മനസ്സിൽ മോശം വിചാരിച്ചാൽ അടി കിട്ടും. അങ്ങനെയാണ്. ഇപ്പം വേറൊരുത്തൻ, ഇപ്പം നമ്മളാണ്, മനസ്സിൽ മോശം വിചാരിച്ചാൽ വീട്ടിലെത്തില്ല, എടുത്ത് ദൂരെ അറിയുന്ന അവസ്ഥയുണ്ട്. ഇതൊരു അഡിക്ഷൻ ദേവതയാണ്. നമ്മളെ കുറിച്ചുള്ള അഡിക്ഷൻ. സ്ത്രീ ഈ പറയുന്ന ഈ ബാധിച്ച സ്ത്രീക്കും അഡിക്ഷനാണ്. അവർ പിന്നെ മറ്റൊരു രീതിയിലോ അല്ല ഒരു പുരുഷനെ അവർ ഇതിലാണ് അതൊരു പ്രത്യേക മാനസിക തലമാണ്. മാനസിക തലത്തിൽ അവരെങ്ങനെ പോവുകയാണ്. അവർ കുടുംബമായിട്ട് ജീവിക്കുന്നവരൊക്കെ ഒരുപാടുണ്ട്. ഭർത്താവിനും അറിയാം ഇങ്ങനൊരു പല പ്രശ്നമുണ്ട്. പക്ഷെ അവർ പല പ്രാവശ്യം മാറ്റാൻ ശ്രമിച്ചു, മാറില്ല. അപ്പോൾ എൻ്റെ അടുത്തൊക്കെ ഒരു ദിവസവും 2 വന്നു. ഞാൻ പറഞ്ഞു മാറ്റാൻ ശ്രമിക്കും, മാന്യമായിട്ട് സർവൈശ്വര്യമുണ്ട്, പിന്നെ എന്തിനാ അതിനെ. ചെറിയ വെളുത്തവാവ് ദിവസങ്ങളിൽ എന്തൊക്കെയോ പോലെ ഒരു ചെറുതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഫീൽ ചെയ്തോട്ടെ. അതിനെന്തിനാ ഉപദ്രവിക്കുന്നത്? നിങ്ങൾക്ക് സർവൈശ്വര്യങ്ങളുമില്ലേ, സർവ്വ സമ്പൽ സമൃദ്ധിയില്ലേ, സർവ്വ ആ ഭർത്താവിൻ്റെ ഈ കാലഘട്ടം ഇപ്പം നമുക്ക് യുഗമാണ്, അതായത് ടെക്നോളജിയൊക്കെ അതെ, ഇപ്പോൾ കറണ്ടും സംവിധാനവും ഒക്കെ ഉള്ള ഒരു സമയമാണ്. അപ്പോൾ ഈ ഗന്ധർവനെ എത്രത്തോളം ഈ കാലഘട്ടത്തിൽ ഇപ്പോഴും ബാധിച്ചവരുണ്ട്. ഇപ്പോഴുണ്ടോ? ഇപ്പോഴും ബാധിച്ച ആൾക്കാരുണ്ട്. ഗന്ധർവ ബാധിച്ചവരുണ്ട്. ഇതുപോലെ ഇപ്പം നിങ്ങൾക്ക് ഈ പറഞ്ഞല്ലോ, ഇതുപോലെ
ചില മന്ത്രവാദികന്മാർ ഉടായ്പ കാണിക്കുന്ന സ്ഥലത്ത് പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്കും ശരി വന്നു. അപ്പോൾ അതോടുകൂടി ആണ് നമ്മൾ പൂജാരിയും മന്ത്രവാദിയും അല്ല എന്ന് സ്പഷ്ടമായിട്ട് വിധി എഴുതാം. അങ്ങനെ പറയാം. അവൻ ഒരു കർമ്മിയുമല്ല. കാരണം കർമ്മിയാണ്. നമ്മളൊരു പൂജ പഠിക്കുമ്പോൾ അതിൻ്റെ ഇന്ന ബാധയെ അല്ലെങ്കിൽ ഇന്ന ദേവതയെ അടുത്തേക്ക് ചെന്നാൽ ഇന്ന ദോഷങ്ങൾ കർമ്മിക്കുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതുമായി ബന്ധമില്ലാതെ ചുമ്മാ ഇതെന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ, ഗ്രഹനില അനുസരിച്ച് അല്ലെങ്കിൽ ജ്യോതിഷ വിധി അനുസരിച്ച് ഈ ദേവതയെ പോലും പലരും കണ്ടുപിടിക്കാറില്ല. രക്ഷസ് എന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്കാറാണ് പതിവ്.